ശ്രീ പദ്ധതിയിൽ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി കെ.എം. ഷാജി. നേരത്തെ പ്രതിപക്ഷത്തിലായിരുന്നപ്പോൾ ശ്രീ പദ്ധതിയെടുത്ത് അറബിക്കടലിലെറിയുമെന്ന് പറഞ്ഞ കെ.എം. ഷാജി പിന്നീട് ഭരണപക്ഷത്തായപ്പോൾ നിലപാട് മാറ്റിയെന്ന് പരിഹസിച്ചവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. തന്റെ നിലപാട് പഴയത് തന്നെയാണ്, അതിൽ ലവലേശം വെള്ളം ചേർത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് കെ.എം. ഷാജി. ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് UDF നേരത്തെ പ്രഖ്യാപിച്ചപ്പോഴും ലീഗിന്റെ നിലപാട് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. അവിടെയാണ് കെ.എം. ഷാജി ശ്രീ അറബിക്കടലിലേക്ക് എറിയുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മന്ത്രി ആണെങ്കിലും അല്ലെങ്കിലും താൻ നിലപാടിൽ മാറ്റില്ലെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് മന്ത്രി കെ.എം. ഷാജി. കേന്ദ്ര സർക്കാരിന്റെ ശ്രീ പദ്ധതിയിൽ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി കെ.എം. ഷാജി. നേരത്തെ പ്രതിപക്ഷത്തിലായിരുന്നപ്പോൾ ശ്രീ പദ്ധതി എടുത്ത് അറബിക്കടലിലെറിയുമെന്ന് പറഞ്ഞ കെ.എം. ഷാജി പിന്നീട് ഭരണപക്ഷത്തിലായപ്പോൾ നിലപാട് മാറ്റിയെന്ന് പരിഹസിച്ചവർക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. തന്റെ നിലപാട് പഴയത് തന്നെയാണ്, അതിൽ ലവലേശം വെള്ളം ചേർത്തിട്ടില്ലെന്ന് പറയുന്നുണ്ട് കെ.എം. ഷാജി. ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്ന് UDF നേരത്തെ പ്രഖ്യാപിച്ചപ്പോഴും ലീഗിന്റെ നിലപാട് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. അവിടെയാണ് കെ.എം. ഷാജി ശ്രീ അറബിക്കടലിലേക്ക് എറിയുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മന്ത്രി ആണെങ്കിലും അല്ലെങ്കിലും താൻ നിലപാടിൽ മാറ്റില്ലെന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് മന്ത്രി കെ.എം. ഷാജി. കേന്ദ്ര സർക്കാരിന്റെ ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് UDF ഉപസമിതിയിലാണ് മന്ത്രി കെ.എം. ഷാജി ശ്രീ തള്ളി പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവെച്ച ഈ കരാറുമായി മുന്നോട്ടു പോകണോ എന്ന കാര്യത്തിൽ ഉപസമിതിയിലെ 4 അംഗങ്ങളിൽ 3 പേർ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു കോൺഗ്രസ് മന്ത്രി വിയോജിപ്പ് അറിയിച്ചിരിക്കുകയാണ്. പിന്മാറുന്നത് സംസ്ഥാനത്തിന്റെ അർഹമായ ഫണ്ട് നഷ്ടപ്പെടുത്തുമെന്നാണ് അനുകൂലിക്കുന്ന മന്ത്രിമാരുടെ വാദമെങ്കിൽ സിലബസിലെ കേന്ദ്ര ഇടപാടുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എതിർക്കുന്ന മന്ത്രിയുടെ വാദം. വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ, മന്ത്രിമാരായ PC. വിഷ്ണുനാഥ്, റോജി M. ജോൺ, M. ലിജു എന്നിവരടങ്ങുന്ന ഉപസമിതിയിലാണ് വിഷയം പഠിക്കുന്നത്. ഇവിടെയാണ് കെ.എം. ഷാജിയെയും ശ്രീ തള്ളി പറഞ്ഞിരിക്കുന്നത്. സിലബസിലെ കേന്ദ്ര ഇടപെടലുകൾ മറികടക്കാൻ സംസ്ഥാനത്തിന് നിയമപരമായി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് സമിതി പരിശോധിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് നേതൃത്വത്തിലും പദ്ധതിയെ ചൊല്ലി വലിയ മുറുമുറുപ്പുണ്ട്. പദ്ധതിയിൽ നിന്ന് ലീഗ് പിന്മാറാൻ ആലോചിക്കുന്നതായും സൂചനയുണ്ട്. പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ അത് പാർട്ടിയെ കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കുമെന്നാണ് ലീഗിലെ പുനരാലോചനയ്ക്ക് പ്രേരിപ്പിക്കുന്ന ഘടകം. നേരത്തെ പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്ന UDFന്റെ പൊതു തീരുമാനത്തിനൊപ്പം നിൽക്കാനായിരുന്നു ലീഗ് തീരുമാനിച്ചിരുന്നത്. വിവിധ മുസ്ലിം സംഘടനകളിൽ നിന്നുള്ള കടുത്ത എതിർപ്പ് കൂടി പരിഗണിച്ചാണ് ലീഗിന്റെ ഇപ്പോഴത്തെ നീക്കം. പദ്ധതി നടപ്പിലാക്കില്ലെന്ന നിലപാടിലാണ് സാദിഖ് അലി ഷഹാബുദ്ദീൻ തങ്ങളെന്നാണ് വിവരം. സംസ്ഥാന സർക്കാരിന് വേണമെങ്കിൽ പദ്ധതിയിൽ നിന്ന് പിന്മാറാമെന്ന കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയുടെ പാർലമെന്റിലെ മറുപടിയും ലീഗിന്റെ പുനർചിന്തയ്ക്ക് കാരണമായിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കിയ കർണാടകയിൽ പോലുള്ള സംസ്ഥാനങ്ങൾക്ക് പോലും വലിയ തോതിലുള്ള കേന്ദ്ര ഫണ്ട് ലഭിച്ചില്ലെന്ന് വേണുഗോപാൽ സംസ്ഥാനത്തെ നേതാക്കളെ അറിയിച്ചതായും വിവരമുണ്ട്. UDFിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മുന്നണിക്കുണ്ടെന്നുമാണ് മന്ത്രി കെ.എം. ഷാജി വ്യക്തമാക്കിയതെന്നും ഈ നിലപാടിൽ സൂചിപ്പിക്കുന്നു. UDFിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണെന്നും അത് തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം മുന്നണിക്കുണ്ടെന്നും മന്ത്രി കെ.എം. ഷാജി വ്യക്തമാക്കിയതും ഈ നിലപാടിൽ സൂചിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയോടായാലും മുന്നണിയോടായാലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അത് തുറന്നു പറയുമെന്നും യോജിക്കാനും വിയോജിക്കാനുമുള്ള സ്വാതന്ത്ര്യം തങ്ങൾക്കുമുണ്ട്. ശ്രീ പദ്ധതിയുടെ ലീഗിന് എതിർപ്പില്ലെന്നും പ്രചരണങ്ങളെയും ഷാജി തള്ളിക്കളഞ്ഞു. അതേസമയം അടുത്തയാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിനു മുന്നോടിയായി ഉപസമിതി ഒരിക്കൽ കൂടി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ യോഗത്തിനു ശേഷം ഉപസമിതി തങ്ങളുടെ നിലപാട് സർക്കാരിനെ അറിയിക്കുകയും അതിനുശേഷം സർക്കാർ അന്തിമ തീരുമാനമെടുക്കുകയും ചെയ്യും. ഈ പോക്ക് പോവുകയാണെങ്കിൽ നിലവിൽ ശ്രീ പദ്ധതിയിൽ നിന്ന് UDF സർക്കാർ പിന്മാറുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതിന്റെ നിമിത്തമായത് കെ.എം. ഷാജിയും മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനവുമാണെന്ന് കാണാൻ സാധിക്കും.